തകിൽമാരാറുടെ ഒരു റീല് വന്നായിരുന്നു. ഇപ്പൊ ബിഗ് ബോസിൽ പോകുമ്പോഴത്തേക്ക് പല സ്ത്രീകളും എല്ലാവരെയും പറഞ്ഞിട്ടില്ല, പല സ്ത്രീകളും മേ ബി ചിലപ്പോൾ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അതിനെ കുറിച്ചൊക്കെ എന്താ തോന്നുന്നത്? അറിയണ കാര്യമായിരിക്കും. മോഹൻലാല് ഭയങ്കര പോറാ പുള്ളിക്കാരൻ. കാണാറുണ്ടോ ബിഗ് ബോസ്? കാണാറുണ്ട്. ബിഗ് ബോസ് കാണാറുണ്ട്. ആര് ഫേവറേറ്റ് കണ്ടസ്റ്റന്റ്? ഫേവറേറ്റ് ജാസ്മിൻ. ജാസ്മിൻ. ജാസ്മിനോട് ജിൻഡോ. ജാസ്മിൻ ജിൻഡോ. രണ്ടുപേരും ആദ്യം ഭയങ്കര വഴക്കാണല്ലോ. അപ്പൊ ഈ ഒരു ജാസ്മിൻ ജിൻഡോ എന്ന് പറയുമ്പോഴത്തേക്ക് അവര് പോകുമ്പോ എങ്ങനെ തോന്നി? കുഴപ്പമില്ല, ജാസ്മിൻ ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ഒരു മത്സരാർത്ഥിയാ. ഓക്കെ. ഒത്തിരി എല്ലാരും പറയുന്നുണ്ട്, ഒത്തിരി ആൾക്കാർ ഡൗൺ ആക്കാൻ നോക്കുന്നുണ്ട്. പല സാഹചര്യങ്ങളൊന്നും ഡൗൺ ആയിട്ടുണ്ട്. എങ്കിലും ജാസ്മിൻ നല്ലപോലെ ഇപ്പോഴും കളിച്ചു വരുന്നുണ്ടെന്ന് നമുക്ക് തോന്നുന്നു. ജാസ്മിൻ കളിക്കുന്നുണ്ട്, അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. ജാസ്മിനും ഗബ്രിയ കോംബോയെ കുറിച്ചൊക്കെ എന്തായിരുന്നു പറയുന്നത്? കുഴപ്പമൊന്നുമില്ല, അത് അവര് ഫ്രണ്ട്സ് ആയിരിക്കും. പൊതുവെ വെളിയിൽ പറയുന്നുണ്ട് ടോക്സിക് റിലേഷൻ. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? പിന്നെ വേറെ മോഹൻലാലിന്റെ അവതരണത്തെ കുറിച്ചുള്ള അഭിപ്രായം? മോഹൻലാല് ഭയങ്കര പോറാ പുള്ളിക്കാരൻ. പിന്നെ ചിലരിപ്പോ പറയാറുണ്ടല്ലോ, ഇപ്പം കണ്ടസ്റ്റൻസിനെക്കാട്ടും നല്ലതായിട്ട് ഇപ്പൊ അഭിനയിക്കുന്നതിനകത്ത് മോഹൻലാലാണെന്ന് പറയാറുണ്ട്. മോഹൻലാൽ പറയുന്നുണ്ട് എന്താ റെപ്രസെന്റ് ചെയ്ത് നമ്മളെല്ലാം റെപ്രസെന്റ് ചെയ്താണ് അവിടെ നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരന്റെ ആയിട്ടുള്ള തീരുമാനങ്ങൾ അവിടെ എടുക്കുന്നു. പുള്ളിക്ക് തോന്നുന്നില്ല, പുള്ളിക്ക് ഫേവർ കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. പിന്നെ വേറെ ഈ ഇപ്പം ശ്രീതു അർജുൻ കോംബോ അതിനെ കുറിച്ചൊക്കെ എന്താ പറയുക? ഇപ്പൊ ആ കോംബോ ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ആയതൊക്കെ തോന്നുന്നു. മീൻസ് ശ്രീതുവിന്റെ അമ്മ അപ്പൊ അത് കഴിഞ്ഞപ്പോ വേറൊരു കോണ്ടന്റ് ഉണ്ടായിരുന്നല്ലോ. മീൻസ് ശ്രീതു തന്നെ പറയുന്നുണ്ടല്ലോ, ഗബ്രി പോയതിനു ശേഷം അർജുനോട് ജാസ്മിൻ കുറച്ച് അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ശ്രീതു പറയുന്നുണ്ടല്ലോ, മീൻസ് അപ്പൊ കണ്ടിട്ടില്ലേ കോംബോ എന്നൊക്കെ വിളിച്ച് കളിയാക്കും. അതിനെ കുറിച്ചൊക്കെ എന്താ അഭിപ്രായം? ആ ഒരു കോംബോയെ കുറിച്ച്, ജാസ്മിൻ അർജുൻ കോംബോ. അർജുനും ജാസ്മിനും ഒരേ ടീമിലാണല്ലോ. സിജോയും ഉണ്ടല്ലോ, സിജോയും തമ്മിൽ മൂന്നുപേര് നല്ല കമ്പനിയാണ്. ജാസ്മിനും അർജുനും തമ്മിൽ എടുത്തു പറയുന്നു. എന്താ കപ്പ ആർക്ക് വേണമെന്ന് താല്പര്യം? കപ്പ ആരും കൊണ്ടുപോകണമെന്ന്? ജാസ്മിൻ തന്നെയാണോ? ജാസ്മിൻ അല്ലെങ്കിൽ പിന്നെ എന്താ ജിൻഡോ ഇഷ്ടപ്പെടാൻ എത്ര കാരണം? ജിൻഡോ ഭയങ്കര സീനാണ്, കോമഡി ഫണ്ണി ക്യാരക്ടർ. അതുകൊണ്ടാണ് ആൾക്കാരെല്ലാം പറയുന്നുണ്ടല്ലോ അത് പൊട്ടനാണ്, പൊട്ടത്തരം കാണിക്കുന്നത്. ഫസ്റ്റ് ഡേ വന്നപ്പോ ഭയങ്കര ഇതായിരുന്നു. അത് ജിൻഡോയുടെ ഒരു ഗെയിം ആയിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ നിന്നത് ഒരു ഗെയിം പ്ലാൻ ആയിട്ട് അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടോ? ഇല്ല, ആളുടെ ക്യാരക്ടർ അങ്ങനെ തന്നെ തോന്നുന്നു. കുഴപ്പമൊന്നുമില്ല. പണ്ട് ഫസ്റ്റ് വന്നപ്പോ തന്നെ ഭയങ്കര ബാഡ് ക്യാരക്ടർ ആയിരുന്നു, തെറിവിളിയും ഭയങ്കര ഇതൊക്കെയായിരുന്നു. പിന്നെ ഇപ്പൊ ഓക്കെയാണ് പുള്ളിക്കാരൻ. പിന്നെ വേറെ എന്തൊക്കെയാ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാ ജാസ്മിന്റെ കാര്യത്തില്? ഇപ്പൊ ഒരു ഫാൻ ആണെന്ന് പറഞ്ഞു, ഫാൻ ഗേളാണ്. അപ്പം കുറച്ചുകൂടെ ജാസ്മിൻ ഇങ്ങനെ ചെയ്താല്, കുറച്ചുകൂടി ഇങ്ങനെ കളിച്ചാല് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവുമെന്ന് ഡിപ്പെൻഡ് ചെയ്യാണ്ട് കളിച്ചു കഴിഞ്ഞാൽ ഫാൻ ഗേളിൽ എന്തെങ്കിലും പറയുന്നത്? പിന്നെ വേറൊരു കോൺസ്പിറസി വന്നായിരുന്നല്ലോ, തകിൽമാരാറുടെ ഒരു റീല് വന്നായിരുന്നു. ഇപ്പൊ ബിഗ് ബോസിൽ പോകുമ്പോഴത്തേക്ക് പല സ്ത്രീകളും, എല്ലാവരെയും പറഞ്ഞിട്ടില്ല, പല സ്ത്രീകളും മേ ബി ചിലപ്പോൾ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അതിനെ കുറിച്ചൊക്കെ എന്താ തോന്നുന്നത്? അറിയണ കാര്യമായിരിക്കും. അത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയണമെങ്കിൽ നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ പറഞ്ഞ കാര്യങ്ങൾ? അഖിൽമാരാർ കഴിഞ്ഞ പ്രാവശ്യം കളിച്ചത് അടിപൊളിയായിട്ടായിരുന്നു. പുള്ളിക്കാരവിടെ ജെന്യൂൻ ആയിട്ടാണ് നിന്നത്. ഇത്തവണ അങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും. എന്തെങ്കിലും കാരണം ഉണ്ടാവട്ടെ.